എല്ലാവർക്കും സ്വാഗതം. ഗവർണർമാർ നയിക്കുന്നോ തളർത്തുന്നോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആനുകാലികമായ വിഷയമാണ്, ആനുകാലിക പ്രസക്തിയുള്ള വിഷയമാണ്. സ്വാതന്ത്ര്യം കിട്ടി, സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട് ഭരണ സംവിധാനം നിലവിൽ വന്നത് മുതലുള്ള ചർച്ചകളാണ് ഇത് സംബന്ധിച്ച് ആദ്യം തൊട്ട് തന്നെയുണ്ട്. ആദ്യകാലങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടുന്ന 356 വകുപ്പ് പ്രയോഗിക്കുന്നതിലായിരുന്നു ഇതിൻ്റെ ആദ്യ പ്രയോഗമെങ്കിൽ പിന്നീട് SR ബൊമ്മെ കേസൊക്കെ വന്ന് അതിന് സുപ്രീം കോടതി വിധിയിലൂടെ അതിന് നിയന്ത്രണം വന്നപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൽ ഗവർണർമാരുടെ ഇടപെടൽ ഏത് പരിധിവരെയാകാം എന്നുള്ള വിഷയത്തിലേക്ക് ചർച്ച പുരോഗമിച്ചു. കാരണം അതനുസരിച്ചുള്ള സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഉള്ളത്. എല്ലാവർക്കും സ്വാഗതം. ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ഗവർണറാണെങ്കിലും ഗവർണർ ഭരണാധികാരിയല്ല. ഭരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാർ ഭരിക്കുന്നത് ഭരണ നടപടികൾ, നിയമനിർമ്മാണ സഭകൾ രൂപം നൽകുന്ന നിയമങ്ങൾ ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്ന് ഒരു ചെക്ക് ഡാം പോലെ നിന്ന് നോക്കേണ്ടതും അങ്ങനെയാണെന്ന് ഉറപ്പാക്കേണ്ടതുമാണ് ഗവർണർമാരുടെ ചുമതലയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ ഗവർണർമാർ പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും തമ്മിൽ ഇടയിൽ നിൽക്കേണ്ട ഒരു പാലമായി നിൽക്കേണ്ട ആളാണ് ഗവർണർ. അങ്ങനെയാണോ നിൽക്കുന്നത്? ഇത്തരം ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ഉയരുന്നത്. ആ ചർച്ചകൾ സാധാരണ പുരോഗമിക്കുമ്പോൾ ഗവർണർ പദവി തന്നെ ആവശ്യമാണോ എന്നുള്ള ചോദ്യവും ഇടയ്ക്ക് ഉയരാറുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ ചർച്ചകൾ ഈ സമീപ സമയത്ത് ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സംസ്ഥാന മന്ത്രിയിൽ നിന്ന് തുടങ്ങാം. ഗവർണർമാർ സംസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കുകയാണോ അതോ പിന്നോട്ട് നയിക്കുകയാണോ, തളർത്തുകയാണോ? സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഗവർണർ പ്രവർത്തിക്കേണ്ടത്, അതോ ഗവർണർമാർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനുള്ള ചില പഴുതുകളെങ്കിലും ഭരണഘടനയിലില്ലേ? മന്ത്രി കെ രാജൻ. ആദ്യം തന്നെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹാശംസകൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി നേരുന്നു. ഫെസ്റ്റിവലിൻ്റെ ഒരു അനുഭവം നേരത്തെ ഉള്ളതുകൊണ്ട് ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിൻ്റെ ചാൻസ് അല്ല ഇതെന്ന് അറിയുന്നതുകൊണ്ടും അറിയുന്ന കാര്യങ്ങളിൽ ചുരുക്കം മാത്രമേ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം 45 മിനിറ്റിനകം ഞങ്ങൾ 3 പേരും, 3 മോഡറേറ്റർ അടക്കം 4 പേരും സംസാരിക്കാനുണ്ട്. അതിലൊരു തവണ സംസാരിച്ചാൽ മതിയാകില്ല, തുടർച്ചയായി 2-3 തവണകളിൽ സംസാരിക്കേണ്ടി വരും. അത് മനസ്സിലാക്കി ഏറ്റവും ചുരുങ്ങിയ സമയം സംസാരിക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് ഏതെങ്കിലും ഒരു ഗവർണറുടെയോ ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കാവുന്നതല്ല. ഗവർണറെ നിശ്ചയിക്കുമ്പോൾ തന്നെ ഗവർണർക്കുള്ള അധികാരവും ഇന്ത്യയുടെ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. ഏറ്റവും ബഹുമാന്യനായ ഈ പദവികൾ നേരിട്ട് വഹിച്ചിട്ടുള്ള ശ്രീധരൻപിള്ള ജി തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വ്യക്തമാക്കുകയല്ല അത്. പക്ഷേ ഗവർണർ സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടത്തിൻ്റെ തലവനാകുമ്പോഴും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഓവർ റൂൾ ചെയ്യാനുള്ള യാതൊരു അധികാരവും യഥാർത്ഥത്തിൽ ഗവർണർക്കില്ല എന്നുള്ളത് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും ചർച്ചയാകുന്നത് ഗവർണറുടെ വിവേചനാധികാരത്തെ സംബന്ധിച്ചാണ്. വിവേചനാധികാരം ഏത് വിധത്തിൽ പ്രയോഗിക്കാം? ആർട്ടിക്കിൾ എല്ലാം വളരെ കൃത്യമായി ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും നിർവചിച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. 164 അനുസരിച്ച് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കേണ്ടത് ഗവർണറാണ്. പക്ഷേ അത് മന്ത്രിസഭയുടെ പൂർണ്ണമായിട്ടുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ലാതെ നിശ്ചയിക്കാനാകുമോ? ആർട്ടിക്കിൾ 165 പ്രകാരം അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കേണ്ടത് ഗവർണറാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ലാതെ നിശ്ചയിക്കാവുന്ന ഒരു രീതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട തർക്കങ്ങളിൽ ഒന്നായി നിൽക്കുന്നത് ബില്ലുകളിൽ ഗവർണറുടെ ഇടപെടലാണ്. കേരളത്തിലെ നിയമസഭ തയ്യാറാക്കുന്ന ബില്ലുകളിൽ ഗവർണറുടെ അധികാരം ആർട്ടിക്കിൾ 200 വളരെ കൃത്യമായി വിവക്ഷിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് ഒരു ബില്ലിന് രൂപം നൽകിയാൽ ആ ബില്ല് നേരെ എത്തുക ഗവർണറുടെ മുമ്പിലേക്കാണ്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള സംശയ ദൂരീകരണമോ ആർട്ടിക്കിൾ 167 പ്രകാരം തന്നെ
ഗവർണർക്ക് മുഖ്യമന്ത്രിയുമായി തേടാം. അത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭയുടെ മുമ്പിലേക്ക് പോയി. പിന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല, പിന്നെ നിയമസഭയുടെ പ്രോപ്പർട്ടിയാണ്. ആ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണറുടെ മുമ്പിലേക്ക് അയച്ചാൽ 4 ചുമതലകളെ ഗവർണർക്ക് നിശ്ചയിക്കാനുള്ളൂ. ഒന്നുകിൽ ആ ബില്ല് അംഗീകരിക്കുക, അല്ലെങ്കിൽ ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുക, അല്ലെങ്കിൽ ആ ബില്ല് കുറച്ചു കാലത്തേക്ക് എടുത്തു വയ്ക്കുക, അതല്ലെങ്കിൽ ആ ബില്ലിനെ സംബന്ധിച്ച് നിയമസഭയ്ക്ക് തൻ്റെ ശുപാർശകളോടുകൂടി തിരിച്ചയക്കുക. ആർട്ടിക്കിൾ 200 വളരെ ക്ലിയറാണ്. തൻ്റെ ശുപാർശകളോടുകൂടി ഗവർണർ നിയമസഭയ്ക്ക് തിരിച്ചയച്ചാൽ നിയമസഭ വീണ്ടും ഭൂരിപക്ഷത്തോടു കൂടി അതുതന്നെ തീരുമാനിച്ച് ഗവർണർക്ക് തിരിച്ചു കൊടുത്താൽ പിന്നെ ഗവർണർക്ക് ആകെ ആ ബില്ല് അംഗീകരിക്കുക, ഒപ്പിടുക എന്നല്ലാതെ മറ്റൊരു ചുമതലയും നിർവഹിക്കാനില്ല. ആ ഘട്ടത്തിൽ ബോധപൂർവമായി ഇതിനെ വൈകിക്കാൻ പാടുമോ? തെലങ്കാന ഗവൺമെൻറ് വേഴ്സസ് ഗവർണർ കേസിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വിധിയോടുകൂടി സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശം എത്ര കാലം ഒരു ഗവർണർക്ക് അത് എടുത്തു വയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ, ഞങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഉന്നയിച്ച പ്രശ്നമാണ് കേരളത്തിൽ 1960 തീരുമാനിച്ച ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി. കേരളത്തിലെ ഗവൺമെൻറ് ഏകകണ്ഠമായി ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി നിയമസഭയിൽ അംഗീകരിച്ചു. ഏകകണ്ഠമായി ആ ഭേദഗതി സെപ്റ്റംബർ മാസത്തിൽ പാസ്സാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ട് സൂക്ഷ്മം ഗവർണർ ഒപ്പിട്ടതെന്ന ഏപ്രിൽ 26 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ 27 വൈകുന്നേരം അദ്ദേഹം അത് ഒപ്പിട്ടു. എന്തായിരിക്കും ഒരു വർഷക്കാലത്തോളം ആ ഭൂപതിവ് നിയമം എടുത്തു വയ്ക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വിഷയം? ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കേരളം ഇപ്പോൾ ഏക കിടപ്പാട നിയമം പാസ്സാക്കി. ഏതെങ്കിലും വിധത്തിൽ വോട്ടിനിട്ട് പാസ്സാക്കിയതല്ല. ഒരു വീട് മാത്രമുള്ള ഒരാളുടെ ജപ്തിയുമായി വരുന്ന ബാങ്കുകളുടെ മുമ്പിൽ അയാളുടെ വീട് നിൽക്കുന്ന സ്ഥലവും മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയിൽ താഴെയാണ് അദ്ദേഹത്തിൻ്റെ കടബാധ്യതയെങ്കിൽ സർക്കാർ ആ കടബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഏക കിടപ്പാടമുള്ളവനെ സംരക്ഷിക്കുക എന്നൊരു ബില്ല് കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ച് ഏകകണ്ഠമായി പാസ്സാക്കിയാൽ അത് ഇത്ര കാലവും എടുത്തു വയ്ക്കാനുള്ള ന്യായീകരണം എന്തായിരിക്കും? ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങളുടെ ഇടമല്ല യഥാർത്ഥത്തിൽ ഗവർണർ എന്ന പദവി എന്ന് ഭരണഘടന തന്നെ നിശ്ചയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട എല്ലാവർക്കും അറിയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയല്ലോ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് നടത്താം എന്നാലോചിച്ചു. സംസ്ഥാനം നിർദ്ദേശിക്കുന്ന 4 പേരുകളിൽ 1 രാഷ്ട്രപതിക്ക് നിശ്ചയിക്കാം എന്ന് നിശ്ചയിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ആദരണീയരായ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ സഭ ഗവർണർ രാഷ്ട്രപതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വരണമെന്ന് തീരുമാനിക്കുമ്പോൾ അതൊരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ഒരിടമായിട്ട് കാണുക എന്നല്ല, അത് ആ അർത്ഥത്തിൽ ശരിയുമല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒറ്റ വരി കൂടി പറഞ്ഞ് ഞാൻ ഇനി തുടർച്ചയായിട്ടുള്ള ചർച്ചകൾക്ക് ഇടം കൊടുക്കേണ്ടി വരും, അപ്പം സംസാരിക്കാം. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആർക്കു വേണ്ടിയാണ് നയപ്രഖ്യാപനം നടത്തുന്നത്? ഗവർണറുടെ പ്രസംഗമാണോ നയപ്രഖ്യാപനം? നയപ്രഖ്യാപനം ഗവർണറുടെ പ്രസംഗമല്ല, അത് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്, എൻ്റെ ഗവൺമെൻറ്, എൻ്റെ സർക്കാർ തീരുമാനിക്കുന്നതാണ് ഗവർണർ നയപ്രഖ്യാപനത്തിലൂടെ പറയേണ്ടത്. അതിൽ ചിലത് ഞങ്ങൾ ഒഴിവാക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഗുണങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ പാടുമോ? അപ്പോൾ വേറെങ്കിലും വിധത്തിലുള്ളൊരു കൺഫ്രണ്ടേഷൻ്റെ വേദിയായി ഗവർണറും ഭരണകൂടങ്ങളും മാറരുത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഞാൻ രേഖപ്പെടുത്തുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ പദവി വേണ്ടെന്ന് അഭിപ്രായപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. പക്ഷേ സ്വാഭാവികമായിട്ടും ഭരണഘടന നടപ്പിലാക്കപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ആ ഭരണഘടനയെ അംഗീകരിക്കുക എന്ന പൊതുമര്യാദയുടെ പേരിൽ അത് അംഗീകരിക്കുന്നു എന്നതാണെന്ന അടിവരയിട്ടുകൊണ്ട് ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാകേണ്ടത് ഒരു പരസ്പര ബന്ധമായിട്ടുള്ള ഒന്നാണെന്നും സംസ്ഥാനത്ത് ആ പ്രയാസങ്ങൾ ഇല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാനുള്ള ചുമതല സ്വാഭാവികമായിട്ടും ഗവർണർക്കുണ്ട് എന്നുള്ളതും ധാരാളമായിട്ടുള്ള ഗവർണർമാർ തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങും ആ കാര്യത്തിൽ പോസിറ്റീവായ നിലപാടുകൾ അതത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകളോട് എടുത്തിട്ടുണ്ട് എന്ന് പൊതുധാരണയിൽ മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. പക്ഷേ ഗവൺമെൻറ്റിനെ ആക്രമിക്കാനും ഗവൺമെൻറ്റിനെ അടിക്കാനുള്ള ഉപകരണമായും ഒരു കാരണവശാലും ഗവർണർമാർ മാറരുത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊരു ഭരണഘടനയുടെ പദവിയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യതയോടുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കണം എന്നാഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാർ, ഗവർണർമാർ
അവർ ഇലക്ട് ചെയ്യപ്പെടുന്നവരല്ല, സെലക്ട് ചെയ്യപ്പെടുന്നവരാണ്. ഗവൺമെൻറ്റാണ് ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് മുകളിൽ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ, അത് പ്രത്യേകിച്ചും രാഷ്ട്രീയ നയപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയാണ്. ഈ തടസ്സപ്പെടുത്തുക അങ്ങനെയുള്ള വാക്കുകൾ ഇതിൻ്റെ ഈ ചർച്ചയുടെ തലവാചകം തന്നെ അത്തരത്തിലാണ്. ഭരണഘടനയിൽ ഗവർണർമാരുടെ ഒരു നിലയ്ക്കും പാടില്ല എന്ന് വാദിച്ച അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ ഓർക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരാൾ മാത്രം അവർക്ക് ബംഗാളിൽ നിന്നുണ്ടായിരുന്ന ചൗധരി ഞാൻ തോന്നുന്നു. അവരും അതേ ആവശ്യം ഉന്നയിച്ചതാണ്. ആ ആവശ്യത്തിൽ ഒരു നിലയ്ക്കും പാടില്ല. അതിന് കാരണം ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇന്ത്യ ഒരു ഏകരാഷ്ട്രമായി നിൽക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ട അക്കാലത്തെ ഒരേ ഒരു സംവിധാനം പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ട ജിന്ന. ഞാനിത് പറയുന്നത് ആരെയും ഇപ്പോഴേ ഇത് വീണ്ടും ചർച്ചയാക്കാനോ ഒന്നുമല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുമെന്ന് നാട്ടിലെ പ്രഖ്യാപിച്ചത് ഫെബ്രുവരിയിലാണ്, 47 ഫെബ്രുവരിയിലാണ്. അതിനുശേഷം എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ രൂപം, എങ്ങനെയായിരിക്കണം എന്നറിയാൻ വേണ്ടിയാണ് ക്യാബിനറ്റ് മിഷനെ അയച്ചത്. ക്യാബിനറ്റ് മിഷനെ അയച്ച അവസരത്തിൽ അവർക്ക് പ്രധാനമായും കൊടുത്ത മെമ്മോറാണ്ടങ്ങളിൽ ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ഗാന്ധിജിയുടെ ആഗ്രഹമാണ്. ശക്തമായി ഇന്ത്യ ഒരിക്കലും രണ്ടാക്കിക്കൂടാ, വെട്ടിമുറിച്ചുകൂടാ എന്നതായിരുന്നു. മുഹമ്മദ് അലി ജിന്ന സ്വാഭാവികമായും നമുക്കെല്ലാം അറിയാം, മതത്തിനടിസ്ഥാനത്തിൽ 2 രാഷ്ട്രങ്ങളാകണം, പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുള്ള ഒരു നിലയ്ക്ക് അവരെ കുറച്ച് കാണാനല്ല പറയുന്നത്. ഇന്ത്യയെ 16 പരമാധികാര റിപ്പബ്ലിക്കുകളായി, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, സോവറിൻ റിപ്പബ്ലിക്കുകളായി മാറ്റണം. അതിനുവേണ്ടി ഹിതപരിശോധന നടത്തണം. അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് 16 രാജ്യങ്ങളാക്കാൻ, റിപ്പബ്ലിക്കുകളാക്കാൻ ആവശ്യപ്പെട്ട പ്രമേയം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രി CPIയുടെ 7 വോള്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ അത് മാറ്റിവെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വേണുവിൻ്റെ പുസ്തകമുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വേണു, മാവോയിസ്റ്റുകൾ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള അവരുടെ വാദത്തിൻ്റെ പൊരുളെന്താ? ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ഓരോന്നും പ്രവിശ്യകളായി മാറ്റണം, ജനങ്ങളുടെ ഹിതം അവിടെ നോക്കണം. ഈ നിലയ്ക്കുള്ള 2 കാഴ്ചപ്പാടുകൾ. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ത്യ ഏകരാഷ്ട്രമായിരുന്നു, ബ്രിട്ടീഷുകാർ കരം പിടിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണോ, നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ശരി, ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിന്നാണ് നമ്മൾ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉയർന്നു പറഞ്ഞതെന്നുള്ളതെങ്കിലും നമ്മൾ ഓർക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഏക രാഷ്ട്രം അല്ല, ഈ വിഷയമാണല്ലോ പറയുന്നത്, അതിൻ്റെ അടിത്തറയല്ല ഞാൻ പറയുന്നത്. താങ്കൾ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ വിഷയം അതിൻ്റെ തൊലിപ്പുറത്തെ ഒരു കാര്യമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ യോജിക്കും, പലതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഈ വിഷയം എന്ന് പറയുന്നത് ബേസിക്കലി ഗവർണർഷിപ്പ് വേണ്ട എന്ന വാദമുണ്ടായ ഒരു സംസ്ഥാനത്ത്, ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ഭരിക്കുന്ന ആൾക്കാർക്ക് ആ വാദമാണ്. ആ വാദം വേണ്ട, ഞങ്ങളുടെ ആ വാദം ശരിയല്ല എന്ന് ഒരവസരത്തിലും ഒരു പ്രമേയത്തിലും അവരത് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. ഈ പശ്ചാത്തലം നമ്മുടെ ആളുകൾ പഠിക്കണ്ടേ, അറിയണ്ടേ? ഏതൊരു ഇഷ്യൂ വരുന്ന ഇഷ്യൂ മാത്രം മതിയോ? അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും, ഇപ്പം ഗവർണറെ സംബന്ധിച്ചുള്ള റെഫറൻസ് തന്നെ അയച്ചത് ഏറ്റവും സുപ്രധാന സംഭവമാണ്. അങ്ങ് ഇവിടുത്തെ ഒരു പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ. ആ 14 കാര്യങ്ങളിലെ ആൻസറിൽ നമ്മുടെ മലയാള പത്രങ്ങളെല്ലാം കൊടുത്ത ഹെഡിങ്ങും വിവരണവും ശരിയായിരുന്നില്ല. കാരണം പറഞ്ഞത് ഡിലേ വന്നാൽ നിങ്ങൾക്ക് രാജ്ഭവനെ കക്ഷിയാക്കാം. അതിൻ്റെ തൊട്ടടുത്ത ഇതിൽ പറയുന്നുണ്ട് കക്ഷിയാക്കാമെന്ന് പറഞ്ഞാൽ സെക്രട്ടറിയെ കക്ഷിയാക്കാം, രാജ്ഭവൻ സെക്രട്ടറി IASകാരനെ കക്ഷിയാക്കാം. അതേവാണോ തീരുമാനം എടുക്കുന്നത്? അങ്ങനെ റെമഡി ഉണ്ടോ? അപ്പോൾ റെമഡി ഇല്ലെന്ന് പോലും മലയാളികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വൈകാരികമായിട്ട് ഇത് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പൊരുൾ ഞാൻ അദ്ദേഹത്തോട് പലതിനും യോജിക്കുകയാണ്. ഗവർണർക്ക് ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് മാനിക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വശമാണ്. ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട അങ്ങനെയാണ്. പക്ഷേ 2 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലുള്ള തർക്കത്തിൽ 2 കാര്യങ്ങൾ. ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ അതാത് സ്റ്റാറ്റ്യൂട്ടുകളുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടുകളിൽ ഗവർണർ അതിൻ്റെ ചാൻസലറാണ്. ചാൻസലർ ഒരിക്കലും
ഗവൺമെൻറ് അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളല്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കേസുകളിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണറെ കക്ഷിയാക്കാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് അതിൽ ഇടപെട്ടുകൊണ്ട് ചില സ്റ്റാറ്റ്യൂട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. ഭൂരിപക്ഷം കേരള സ്റ്റാറ്റ്യൂട്ടുകളിലും അവിടെ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന നടപടിക്രമമാണ്. ഇത് നമ്മളെന്താ വേർതിരിച്ച് കാണാത്തത്? അതുപോലെ എല്ലാത്തിലും ഭരണഘടനയുള്ള എല്ലാ വകുപ്പുകളിലും അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കണോ? അത് ഒരു വലിയ നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നത്തിൽ അവസാനമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു മന്ത്രിസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യണം. ആ ശുപാർശ ചെയ്യേണ്ട അവസരത്തിൽ ക്യാബിനറ്റിനോട്, നിലവിലുള്ള ക്യാബിനറ്റിനെ പിരിച്ചുവിടുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്ത വകുപ്പുകളുമുണ്ട്. ഏതായാലും ഇത് രണ്ടും പരസ്പര അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. പരസ്പര അല്ല, രണ്ടെണ്ണമുണ്ട്. അല്ല, ആയിക്കോട്ടെ, മറ്റേത് കൺക്ലൂസീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞാൻ മിസോറാമിലെ ഗവർണറായിരുന്നു. മിസോറാമിലെ പ്രശ്നം എന്താ? മിസോറാം 1987 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സെറ്റിലാക്കുന്നത് വരെ ബാക്കി ആരും ശ്രമിച്ചിട്ട് നടന്നില്ല. അവിടുത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ അതുമായിട്ട് നല്ല ബന്ധമായിരുന്നു പോലും, അവരവസാനം അതുവരെ എന്താ, ഇന്ത്യയുടെ സോവർണിറ്റി ഞങ്ങൾ അംഗീകരിക്കില്ല, ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കില്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കില്ല. ഈ ഭൂരിപക്ഷമുള്ള ജനങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണം വന്നത്. അപ്പോൾ നാളെ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പം അവിടുത്തെ ഭൂരിപക്ഷം എംഎൽഎമാരും ഇന്നും ഒരു പ്രത്യേക രാജ്യമാണെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഗവർണർ അത് വായിക്കണോ, അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഗവൺമെൻറ് പോളിസിയാണ് പറയണോ എന്ന ചോദ്യം വരുമ്പോഴാണ് പ്രശ്നം. രാജ്യ താല്പര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ പറഞ്ഞു. അത് അംബേദ്കറാണ് കൺക്ലൂഡ് ചെയ്തത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന് ഇലക്ഷൻ നടത്തിയാൽ 2 പേരും എലക്റ്റഡ് ഗവർണറും എലക്റ്റഡ് ചീഫ് മിനിസ്റ്ററും ആവും, അതുകൊണ്ട് നോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം അവർ നോമിനേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അതും വേണ്ട, സെൻട്രൽ സുശക്തമാകണം. ഈ വാക്ക് അംബേദ്കറുടെ കൺക്ലൂഷനിലുള്ളതാണ്, ആർക്കും നോക്കാവുന്നതാണ്. കേന്ദ്രം സുശക്തമല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും അതിന് വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുമുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഞങ്ങൾക്ക് ഇന്ത്യ വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ അത് അനുവദിക്കപ്പെടാൻ പാടുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ കൽപ്പന അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ നിലയ്ക്കാണ് നമ്മളതിനെ കാണേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഏറ്റുമുട്ടൽ 2 സ്ഥലത്ത്? ഒന്ന്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറഞ്ഞു ബേസിക്കലി. രണ്ടാമത്തേത് തമിഴ്നാട്. നമ്മൾ ഒറ്റ വാക്കുകൂടാൻ സമയം എടുക്കുകയല്ല, ഒറ്റ വാക്കുകൂടി പറയാം. 1924 ഇവിടെ രാമസ്വാമി നായ്ക്കർ വന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു തമിഴ്നാട്, അന്നത്തെ മദ്രാസിൻ്റെ ഭാഗമായിട്ട്. അത് ഇവിടെ വന്നിട്ട് അത് നയിച്ചു, ജയിലിൽ കിടന്നു. തിരിച്ചു പോകുമ്പോഴേക്കും ശ്രീനാരായണ ഗുരുദേവൻ 25,000 രൂപ കൊടുത്തു ആ സമരം. അദ്ദേഹമായിരുന്ന സമരത്തിൻ്റെ വാസ്തവത്തിൽ മാസ്പര ശക്തി അദ്ദേഹമായിരുന്നു. മറ്റേ 25,000 രൂപ കൊടുത്തതിനെ സംബന്ധിച്ച് അന്ന് തമിഴ്നാടുകാരൻ കൊടുത്തയച്ചത് ഇവിടെ അടച്ചില്ല. അതിൻ്റെ പേരിൽ ഷോ കോസ്റ്റ് നോട്ടീസ് രാമസ്വാമി നായ്ക്കർക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ കാക്കിനഡ പാർട്ടി കോൺഗ്രസിൽ ആ ഷോ കോസ്റ്റിനെ സംബന്ധിച്ച് ഇഷ്യൂ വന്നപ്പം പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വരാജ് പാർട്ടി, സ്വരാജ് നാഥൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. അത് ദ്രാവിഡ ഘടകമായി ജസ്റ്റിസ് പാർട്ടി രൂപീകരിച്ചു. അത് പിന്നെ ദ്രാവിഡ ഘടകമായി. അതിന് 1967 കാലഘട്ടത്തിൽ ദ്രാവിഡ മുന്നേറ്റ ഘടകം രൂപപ്പെട്ടു. അവരുടെ ബേസിക് തോട്ടും ഇന്ത്യയുടെ ഭാഗമായി അന്തമായി നിൽക്കുന്നതല്ല എന്നൊരു പശ്ചാത്തലം ഞാൻ ആരെയും, 2 മുഖ്യമന്ത്രിമാരെയും 2 സ്റ്റേറ്റിനെയും അധിക്ഷേപിക്കുകയല്ല. ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഇഷ്യൂ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഇതിനെ വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ കാണുവാനും നിലപാടുകളിൽ തിരുത്തുണ്ടെങ്കിൽ ഗവർണർ വേണ്ട എന്നുള്ളതാണെങ്കിൽ അത് തിരുത്തി പോകാൻ ബാധ്യസ്ഥരാണ്. 68 മുതൽ ഒരു ഡിക്ലറേഷൻ കൊടുത്ത് മാത്രമേ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. അത് അഫിഡവിറ്റാണ്. ആ അഫിഡവിറ്റിൽ ഇന്ത്യയുടെ പരമാധികാരം, സോവർണിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുമെന്ന് എല്ലാ പാർട്ടികളും, BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും, ആ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിലെല്ലാം കാണാനെന്നാണ്
ഞാൻ മോഡറേറ്റർ പറഞ്ഞത്, കാരണം ഇതൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. ഇത്തരം വിവരങ്ങളെല്ലാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പോലും സൗകര്യപൂർവ്വം ഇന്നത്തെ ജേർണലിസത്തിൻ്റെ ഒരു വലിയ പരാജയമായി ഞാൻ എന്നെ കാണുകയാണ്. ഗവർണർ വേണോ വേണ്ടയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ചാ വിഷയം. അങ്ങനെ മോഡറേറ്ററും ആരും ഉദ്ദേശിച്ചിട്ടുമില്ല. ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അതിലേക്ക് സാധാരണ ചെന്ന് എത്താറുണ്ട് എന്ന് ആനുഷ്ഠികമായി സൂചിപ്പിച്ചത് മാത്രം. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും അല്ലെ കോൺഗ്രസ് സർക്കാരുകൾ നിയമിച്ച ഗവർണർമാർ പലയിടത്തും ഇന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലുള്ള 356 യഥേഷ്ടം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാരുകൾ ഇതിന് വിധേയമായി പലപ്പോഴും വിധേയമാകേണ്ടി വന്നിട്ടുമുണ്ട്. സമീപകാലത്ത് കോൺഗ്രസ് സർക്കാരുകളും മറ്റ് പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ പോലെ അത്തരം സംഭവങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ ലിജുവിന് എന്താണ് അതിനെക്കുറിച്ച്? നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ഉയർന്നു വന്നു. ഒന്ന് ഗവർണറുടെ സ്ഥാനത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇവിടെ ചർച്ചകളിൽ ഉയർന്നു വന്നൊരു കാര്യം, ഗവർണറെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉയർന്നു വന്ന ചർച്ചകളാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒന്ന്, ഗവർണറെ ഇലക്റ്റഡ് ഗവർണേഴ്സ് ആകാം എന്നുള്ള ഒരു ചർച്ചയായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് തള്ളിക്കളഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണായി BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് 2 അധികാര സ്ഥാനങ്ങളുണ്ടാകും. അപ്പോൾ 2 അധികാര സ്ഥാനങ്ങൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അത് ഗവർണർ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. പക്ഷേ ഭരണനിർവഹണത്തിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കാണ്. നമ്മൾ ഭരണഘടനയിലെ വകുപ്പുകളിലേക്ക് കടന്നു പോയാലും അടിസ്ഥാന തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറ്റ് ദ അഡ്വൈസ് ആൻഡ് ദ എയ്ഡ് ഓഫ് ക്യാബിനറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ, ക്യാബിനറ്റ് സഹായം അല്ലെങ്കിൽ ഉപദേശം, അതനുസരിച്ച് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. BR അംബേദ്കർ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചത്, ഭരണഘടനയെ അനുസരിച്ച് നീങ്ങുന്ന ഗവർണർക്ക് സ്വന്തമായി പ്രവർത്തിക്കാൻ അവകാശമില്ല എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. അതേസമയം അഡ്വൈസറോടെയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നമുക്കതുകൊണ്ട് ഗവർണറുടെ അധികാരം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു അതിർവരമ്പ് കൃത്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന ഭരണകൂടത്തിന് വിധേയമായിട്ട് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവിടെയാണ് ശ്രീധരൻപിള്ള സാർ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. നമ്മുടെ ദേശീയ ഐക്യത്തിന് വിഘാതമായി ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 200 അതുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. ഒരു നിയമസഭ പാസ്സാക്കുന്നു. നിയമം പാസ്സാക്കുന്നത് ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഗവർണർക്ക് അതെന്ത് ചെയ്യാം? അതിൽ അഡ്വൈസോടുകൂടി ഒന്നുകിൽ നിയമസഭയ്ക്ക് തിരികെ കൊടുക്കാം, വേണ്ടാത്ത തിരുത്തൽ വരാം, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊടുക്കാം, അല്ലേ സാറേ? അപ്പോൾ ഗവർണറെ മുമ്പിൽ ഭരണഘടന ഇത്തരം സാഹചര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവർണർക്ക് കൃത്യമായി തന്നെ സംസ്ഥാന നിയമസഭയോട് പറയാം, ഇത് ശരിയല്ല, ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്തൽ വരുത്തണം. എന്നിട്ടും അതേ കാര്യം പോവുകയാണെന്നുണ്ടെങ്കിൽ ഗവർണർക്ക് അപ്പോഴും ഓപ്ഷൻ ഉണ്ട്, പ്രസിഡന്റിന് കൊടുക്കാം, പ്രസിഡൻഷ്യൽ റെഫറൻസിലൂടെ ആ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഭരണഘടന അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ പ്രവർത്തിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ സഹായത്തിനും അവരുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ആകണം. അവിടെ ഒരു ഡിസ്ക്രിഷനോടുകൂടി പ്രവർത്തിക്കാമെന്നത് യഥാർത്ഥത്തിൽ അത് പറ്റില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം നേരത്തെ ചോദിച്ചു, കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിച്ചിരുന്ന സമയത്തും ഗവർണർമാരും സർക്കാരുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകും. അതിൻ്റെ ഒറ്റ ആൻസറുള്ളൂ. കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആരാണെങ്കിലും ഗവർണർ പ്രവർത്തിക്കേണ്ടത് ദേശീയ താല്പര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ താല്പര്യമനുസരിച്ചാവണം. ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉയർത്തിയ ഒരു ആർഗ്യുമെൻ്റുണ്ട്. അതായത് എ ഗവർണർ ഷുഡ് നോട്ട് ബി എ സ്പൈ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ചാരനായി പ്രവർത്തിക്കേണ്ട ആളല്ല ഗവർണർ. അതോടൊപ്പം തന്നെ ഹി മസ്റ്റ് നോട്ട് ബി എ പൊളിറ്റിക്കൽ ഏജൻറ്റ്. അദ്ദേഹം എന്തായത് ഒരു രാഷ്ട്രീയ ഏജൻറ്റും ആകരുത്. ഗവർണർമാർക്കുള്ള ഗൈഡ് ലൈനാണ്, വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഗവർണർമാരുടെ അധികാരം ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചാൽ മതി. അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഭാവിയിൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ കാര്യം.
ശ്രീധരൻപിള്ള സാർ, ഈ പിന്നെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഗവർണറുടെ സത്യപ്രതിജ്ഞയും തമ്മിൽ സത്യവാചകത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ എന്താ? ഭരണഘടനയോടുള്ള കൂറും വിശ്വാസവും പുലർത്തുമെന്നും മുമ്പിൽ വരുന്ന കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് പക്ഷപാതമില്ലാതെ ചെയ്യുന്നതൊക്കെയാണ്. ഗവർണർമാരുടെ സത്യപ്രതിജ്ഞ ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും ഭരണഘടനയ്ക്ക് വിരുദ്ധ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും അത് കാത്തുസൂക്ഷിക്കുമെന്നും അതിനെതിരെ വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുമെന്നുമാണ്. അപ്പോൾ ഭരണഘടനയോട് മാത്രം, എല്ലാവരും അങ്ങനെ തന്നെ, എന്നാലും ഭരണഘടനയോട് മാത്രം കൂറും വിശ്വാസതയും പുലർത്തി അതിനെ പ്രതിരോധിക്കേണ്ട സംരക്ഷിക്കേണ്ട ഗവർണർ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴിപ്പെടുന്നോ അല്ലെ അങ്ങനെയുള്ള സംശയമോ ഇതോ വരുമ്പോഴാണ് ഈ ഏറ്റുമുട്ടലിൻ്റെ ഒരു ഏരിയ തുറക്കുന്നത്. അത് സാർ എങ്ങനെ കാണാം? കേരളത്തിലും തമിഴ്നാട്ടിലും പ്രധാനമായും മറ്റേ ബില്ലിൽ വിലയെ വരുത്തിയൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം ചില കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെട്ട 19 യൂണിവേഴ്സിറ്റിയുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ. യൂണിവേഴ്സിറ്റി നിയമത്തിൻ്റെ കാര്യത്തിലുള്ള അപ്പോയിൻമെൻറ്റ്സും മറ്റു കാര്യങ്ങളുമാണ്. ഈ കാര്യങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും ഗവർണർ, ഞാൻ പറഞ്ഞതുപോലെ ചാൻസലർ എന്ന പദവി വഹിക്കുന്ന ആൾ ഗവർണർ പദവിയിൽ നിന്ന് വ്യത്യസ്തമാണത്. അതുകൊണ്ടാണ് ഗവർണറെ പ്രോസിക്യൂട്ട് ചെയ്യാനോ കക്ഷിയാക്കാനോ നമുക്ക് സാധിക്കില്ല. ഒരു കേസ് റിട്ട് കൊടുക്കുന്നു, ആർക്കും സാധ്യമല്ല. ചാൻസലറെ ആണെങ്കിൽ ഇത് ചെയ്യും. അപ്പോൾ ആ ചാൻസലർ ചാൻസലറുമായിട്ടുള്ള തർക്കങ്ങൾക്ക് രാഷ്ട്രീയമായ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം, അതിൻ്റേതായ ഗുണദോഷങ്ങളും ഉണ്ടാവാം. അതാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മെയിൻ ഇഷ്യൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കൊല്ലം 2024 ഫെബ്രുവരിയിൽ വന്ന 2-അംഗ ബെഞ്ചിൻ്റെ വിധിയോട് അത് ഗവർണർ ഒപ്പിടേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിലും പ്രസ്യൂം ടു ബി പാസ്ഡ് എന്നുള്ള നിലയ്ക്ക് പോകാം എന്ന നിലയിലേക്ക് എത്തി. അതിനെയാണ് ഇപ്പോഴത്തെ പിന്നീടുള്ള ഭരണഘടന 5-അംഗ ബെഞ്ച് അത് ശരിയല്ല എന്ന് റെഫറൻസിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ തർക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കേരളത്തെപ്പറ്റി പറയാൻ സാധിക്കും. പക്ഷേ അത്ര ഒരു പൊതുവായിട്ട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്. പൊളിറ്റിക്കലായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ ചിന്തകളും അവരുടെ പദ്ധതികളും പലർക്കും ഉണ്ടാവാം. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും മറുഭാഗം ഉണ്ടാവാം. കാരണം പിന്നൊരു വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഗവർണറെ നിയമിക്കുമ്പം ദ വേർഡ് യൂസ്ഡ് ആസ് പ്ലീസ് ബൈ ദി രാഷ്ട്രപതി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. ഒരു കാരണം പറയേണ്ട ആവശ്യമില്ല, ഇന്ന് വേണമെങ്കിൽ ചെയ്യാം. ഇത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്, രണ്ടു കൂട്ടരും ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മിനിസ്റ്ററുടെ ഒരു കാര്യം ഇതിന് തുടർച്ചയായിട്ട് തന്നെയാണ്. ഗവർണറായി നിയമിതനാകുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചാൻസലറാകുന്നു. എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാർ ഒരു യൂണിവേഴ്സിറ്റി നിയമം ഉണ്ടാക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി രൂപീകരിക്കുമ്പോൾ ആ നിയമത്തിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഗവർണർ ആയിരിക്കണമെന്ന വ്യവസ്ഥ ചെയ്യുന്നതുകൊണ്ടാണ്. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ വേറൊരാളെ ആ ഫീൽഡിൽ നിന്ന് എക്സ്പെർട്ടായിട്ടുള്ള ഒരാളെ ചാൻസലറായി വെക്കാം. അപ്പോൾ ഇൻബോൺ ആയിട്ട് ഒരു പുതിയ ഗവർണർ വരുമ്പോൾ അത് ചാൻസലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും വേണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഗവർണർ പദവിയും ചാൻസലർ പദവിയും അല്പം അകലം പിടിച്ച് കാണേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് ഒരു ബില്ല് തന്നെ കേരളത്തിൻ്റെ നിയമസഭ പിന്നീട് ആ കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി ഉണ്ടാക്കിയല്ലോ. ലിജു ഇവിടെ കൃത്യമായി പറഞ്ഞതുപോലെ ഞാൻ നേരത്തെയും പറയാൻ ശ്രമിച്ച കാര്യം അതാണ്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ് ഗവർണറുടെ ചുമതല. അതിനിവിടെ മറ്റു വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നതിന് അർത്ഥമില്ല. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറിൻ്റെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല. ഇവിടെ ഗവർണറുടെ പദവി വേണ്ട എന്ന് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞൊരു കാലമുണ്ട്. ആ കാലത്ത് തന്നെ ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അവരിപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയല്ല ഉയർത്തുന്നത്, വേറെ ഏതെങ്കിലും പതാകയാണ് ഉയർത്തുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടാകും? രാജ്യത്തിന് പരമാധികാരം വേണം എന്ന്, സ്വയം പര്യാപ്തമായിട്ടുള്ള സ്വരാജ് വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ സമ്മേളനത്തിലല്ലേ? ആദ്യത്തെ സമ്മേളനത്തിൽ ഉന്നയിച്ചതാരാണ്? ഞാനതിൻ്റെ ചരിത്ര വസ്തുതകളിലേക്ക് പോകുകയല്ല. അങ്ങനെ വന്നാലുള്ളൊരു തർക്കത്തിലേക്ക് ഇപ്പം നേരെയില്ല. ഇവിടെ നമ്മൾ പറയുന്ന വളരെ ചില കാര്യങ്ങൾ ഗവർണർ അനധികൃതമായി ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തതുപോലെ ചില സംസ്ഥാനങ്ങളിൽ, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പാരമ്പര്യം ഇത് പറഞ്ഞു മാത്രമല്ല, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ചോര കൊടുത്ത അടിസ്ഥാന വർഗത്തിൻ്റെയും ദ്രാവിഡ വിഭാഗത്തിൻ്റെയും ഒക്കെ സമരം നടന്ന സ്ഥലം കൂടിയാണ് ഈ കേരളവും തമിഴ്നാടും. അതിൻ്റെ പാരമ്പര്യം കാണും. ഗവർണർ ഇത്തവണ നിയമസഭയിൽ നിന്ന് വായിക്കാതെ പോയ കാര്യങ്ങൾ ഏതാണ്? 12, 15, 16 ഖണ്ഡികൾ. ഒന്ന് മാത്രം ഞാൻ വായിക്കാം, ഒന്ന് മാത്രം. സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്.
ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഇതിലേത് കേന്ദ്രത്തെയാണ്, ഏത് പരമാധികാരത്തെയാണ് നമ്മൾ ആക്രമിക്കുന്നത്? ഒരു ന്യായം, ഒരു കൃത്യമായ കാര്യം പറയുമ്പോൾ അത് പറയാതിരുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമല്ലാതെ പോകും. 386 ഉപയോഗിക്കാൻ ഒരു വിവേചന അധികാരം ഉണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഘട്ടത്തിലാണ്. അതായത് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന പ്രത്യേക ഘട്ടത്തിൽ, ഒരു തൂക്കു സഭ വരുന്ന ഘട്ടത്തിൽ, ഒരു ഭരണഘടനാ പ്രതിസന്ധിയോ ഒരു തൂക്ക് സഭയോ വരുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതല്ലേ 356. പിന്നെ മണിപ്പൂരിൽ മെയ്തി കുക്കി സംഘർഷത്തിനിടയിൽ ആ വകുപ്പ് ഉപയോഗപ്പെട്ടിട്ടില്ലല്ലോ. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ഒരു അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഏകപക്ഷീയമായ അധികാരം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇതൊരു ഭരണഘടനയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ രാജ്ഭവനുകളുടെയും, ഇപ്പോൾ ലോക്ഭവനുകളുടെയും അകത്ത് ഭാരതാംബയുടെ കൊടിയും ചിഹ്നവും വേണ്ടേ? അതില്ലല്ലോ, ചില സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ. ഇത് നിശ്ചയിക്കുന്നത് ആരാണ്? അതൊരു ഭരണഘടനാ പ്രകാരമല്ലേ. സർക്കാരും ഗവർണറും ഉണ്ടാകുന്നത് ഒരു ഭരണഘടന നിശ്ചയിക്കുന്നതാണ്. ആ ഭരണഘടന വളരെ കൃത്യതയോടുകൂടി ഗവർണറുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. ആ ചുമതലകൾക്ക് കോട്ടം തട്ടാതെ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഗവർണർ ഒരു ഭരണഘടനാ പ്രതിസന്ധിയുടെ ഭാഗമായി മാറുന്നു എന്ന ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അല്ലാത്തൊരു ഘട്ടത്തിലും 10 വർഷക്കാലമായി ഈ ഗവൺമെൻറ് ഭരിക്കുന്ന പ്രത്യേകമായൊരു സാഹചര്യത്തിൽ അങ്ങനെ അല്ലാതെ പോയ എത്രയോ ഘട്ടങ്ങളുണ്ട്, എത്രയോ ചർച്ചകളുണ്ട്. അതിലൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഇപ്പോഴും അഭിപ്രായം ഏതെങ്കിലും വിധത്തിൽ ഗവർണർ മാനിക്കില്ല എന്നല്ല, ഏതെങ്കിലും വിധത്തിൽ ഗവർണർ വേണ്ടാന്ന് പറഞ്ഞ പഴയ അഭിപ്രായത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നല്ല. അതെല്ലാം ഭരണഘടന എന്ന നമുക്കെല്ലാം ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന ഒറ്റ കേന്ദ്രം എന്താണോ പറയുന്നത് അത് അതുപോലെ അംഗീകരിച്ചു പോകാൻ സർക്കാർ ബാധ്യസ്ഥമാണ്, ഗവർണറും ബാധ്യസ്ഥമാണ്. ഭരണഘടന ഒരാൾക്കുള്ളതല്ല, ഒരു പ്രസ്ഥാനത്തിനുള്ളതല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് ഭരണഘടന. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ലിജു, ഈ പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്ന് മിനിസ്റ്റർ പറഞ്ഞല്ലോ. അതിനു മുന്നേ തന്നെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ വിഷയമുണ്ട്. പിന്നെ രാഷ്ട്രപതിയും റെഫറൻസായിട്ട് കൊടുത്തു ഇതിനകത്തൊരു ഉപദേശം കിട്ടാൻ വേണ്ടി. ഗവർണർ പല സംസ്ഥാനങ്ങളിൽ നിന്നും, ബംഗാളിൽ നിന്നും, കേരളത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും എല്ലാം പ്രശ്നങ്ങൾ വന്നപ്പോൾ രാഷ്ട്രപതിയെയും ഗവർണറെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് ഒരു അതിർവരമ്പ് വെക്കുന്നതിന് വേണ്ടിയുള്ളത് സാധ്യമാകുമോ എന്ന് ചോദിച്ചു. അതിനകത്ത് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കാൻ കോടതികൾക്കാവില്ല. ഒരു നിശ്ചിത കാലത്തിനകം ഒപ്പിട്ടില്ലെങ്കിൽ ഇത് ഡീംഡ് ടു ബി സൈൻഡ് എന്നും കാണാൻ പറ്റത്തില്ല. അതേസമയം മറുവശമുണ്ട്, ഗവർണർ പിന്നെ ഇത് അനന്തകാലം പിടിച്ചു വെക്കാൻ പറ്റില്ല, ആസ് സൂൺ ആസ് പോസിബിൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ഒരു അതിർവരമ്പുള്ളത്, അല്ലെ എവിടെയാണ് അത് ഫുൾഫിൽ ചെയ്യേണ്ടത്? നമ്മുടെ ഭരണഘടന ഒരു മൃത വസ്തുവല്ല, അതെപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് കോടതികളാണ്. ഇപ്പം തന്നെ നേരത്തെ ആർട്ടിക്കിൾ 356 കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 356 അനുസരിച്ച് ഗവർണർക്ക് ഒരു സംസ്ഥാന ഭരണകൂടത്തെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. പക്ഷേ SR ബൊമ്മ കേസിൽ പിന്നീട് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് നൽകിയ വിധി പ്രകാരമാണെന്നുണ്ടെങ്കിൽ 356 വകുപ്പ് പ്രകാരം പിരിച്ചുവിടപ്പെടുന്ന ആ നടപടി ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. അതിനു മുമ്പ് വരെ അത്തരമൊരു പൊസിഷൻ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, പിൽക്കാലത്തുണ്ടായ വിധികളിലും 356 വകുപ്പ് പ്രയോഗിക്കുന്നതിന് മുൻപ് പരമാവധി അവസരം കൊടുക്കണം എന്ന നിർദ്ദേശങ്ങളുണ്ട്. മുന്നറിയിപ്പ് കൊടുക്കണം, ക്രമസമാധാന ഉൾപ്പെടെ തകർന്നു പോകുന്നെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനും മെച്ചപ്പെടുത്താനും അല്ല, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പിരിച്ചുവിടുക എന്ന രീതിയിലല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഭരണഘടനാപരമായി ഒരു ഗവർണർക്ക് കൊടുക്കുന്ന അധികാരങ്ങളിൽ പോലും കാലാനുസൃതമായും സാഹചര്യങ്ങൾക്കനുസരിച്ചും അതിൻ്റെ അവകാശങ്ങൾ നവീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ ഒരു പോയിന്റ്. ഇവിടെ തന്നെ ഇപ്പോൾ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരു നിയമസഭ പാസാക്കി വെക്കുന്ന ഒരു നിയമം ഗവർണർ അനന്തകാലത്തേക്ക് പരിശോധിക്കാതെ വെക്കുക എന്നത് അത് ധാർമ്മികമായി തന്നെ തെറ്റാണ്. നിയമപരമായും ഭരണഘടനാ മൂല്യങ്ങൾക്ക് നമ്മൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനമായി കാണേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. ഭരണഘടനാ ധാർമ്മികതയാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത്. അത് ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഒന്നാണ് ഒരു നിയമനിർമ്മാണത്തെ അനന്തകാലത്തേക്ക് വെക്കുക എന്നുള്ളത്. ഒരു നിയമനിർമ്മാണം തെറ്റാണെന്ന് തോന്നിയാൽ നേരത്തെ പറഞ്ഞ 2 ഓപ്ഷൻസ് അവിടെ നിൽക്കുകയാണ്. ഒന്ന്, നിയമനിർമ്മാണ സഭയ്ക്ക് വേണ്ട തിരുത്തൽ വരാനായിട്ട് കൊടുക്കാം. അത്
തിരികെ എന്നിട്ടും മാറ്റമില്ലാതെ തിരികെ തന്നു കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊടുക്കുക. ഈ ഓപ്ഷൻസ് ഉള്ളപ്പോൾ അനന്തകാലത്തേക്ക് ഗവർണർ പിടിച്ചു വെക്കുന്നത് ശരിയല്ല എന്ന തരത്തിൽ തന്നെയാണ് സുപ്രീം കോടതി വിധി പ്രകടിപ്പിച്ചത്. പക്ഷേ അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഒരു വളരെ കൃത്യമായ ഒരു നിരീക്ഷണവും നൽകി. എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം പിടിച്ചു വെച്ചു എന്നതുകൊണ്ട് മാത്രം ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത്. നമ്മൾ ഭരണഘടനാ ധാർമ്മികതയുടെ നമ്മുടെ രാജ്യത്തെ ഓരോ നിയമനിർമ്മാണവും ഓരോ അപ്പോയിൻമെൻറ്റും നടന്നത് ഏത് ഭരണഘടനാപരമായ ധാർമ്മികതയുടെ പേരിലാണോ അത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. അതാണ് അടുത്ത കാര്യം. അതനുസരിച്ച് കാര്യങ്ങൾ പോയാൽ മതി. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സമയം മുന്നോട്ട് പോകുന്നുണ്ട്. വേറൊരു പോയിന്റിലേക്ക് വരാം. ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടെ വിവിധ കമ്മീഷനുകൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു. നമ്മുടെ സർക്കാരിയ കമ്മീഷൻ വന്നു, ജസ്റ്റിസ് പൂഞ്ചി കമ്മീഷൻ വന്നു, വെങ്കടചലയ്യ കമ്മീഷൻ വന്നു. ഈ കമ്മീഷനുകളെല്ലാം ഗവർണർമാരുടെ നിയമനത്തിലും അവരുടെ പ്രവർത്തനത്തിലും മാറ്റം വരേണ്ടതിനെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ശുപാർശകൾ കൊടുത്തിരുന്നു. സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് വേണം ഗവർണറെ നിയമിക്കാൻ. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് വേണം. അവർ സജീവ രാഷ്ട്രീയക്കാരാകരുത്. 5 വർഷം ടേം ഗ്യാരൻറ്റീഡ് ആയിരിക്കണം. അങ്ങനെ വിവിധ തരത്തിലുള്ള ശുപാർശകൾ വന്നു. പക്ഷേ അതിനകത്തുള്ള കാര്യമായ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെയായിട്ടും നടപ്പായിട്ടില്ല. ഇത്തരം ശുപാർശകൾ ഇതിനകത്ത് ഏതെങ്കിലും നടപ്പാകേണ്ടതാണോ എന്ന് ഗവർണറായിരുന്ന അങ്ങ് എന്ത് പറയുന്നു? അതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ജയിൽ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി അധികാരത്തിരുന്ന അവസരത്തിലാണ് പോസ്റ്റൽ ബിൽ പാസ്സാക്കിയത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കും, അത് തുറന്നു നോക്കാൻ പോലീസുകാർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുള്ള ബില്ല് പാസ്സാക്കിയത്. ആ ബില്ല് നമ്മുടെ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഈ കാര്യത്തിലുള്ള അധികാരം ഏതാണ്ട് ഏറെക്കുറെ തുല്യമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അത് എത്ര കൊല്ലം, 30 35 കൊല്ലം പോക്കറ്റ് ബിൽ എന്ന പേരിൽ നിയമചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കൊണ്ടുപോയി. അപ്പം നമ്മൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? 32 35 കൊല്ലം 2023 ഇപ്പോഴത്തെ സർക്കാരാണ് പിന്നെ അതിനെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇപ്പം നിയമമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം നീണ്ടുപോയ അതിലദ്ദേഹം എഴുതി ഇത് ചെയ്യരുത്, ഇത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമുള്ള കൈകടത്തലാണ്. അതിലദ്ദേഹം വന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയുടെ ആദ്യത്തെ ബില്ല് തന്നെ, ഭരണഘടനാ ഭേദഗതി തന്നെ ജവഹർലാൽജി നിർവഹിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടാണ്, അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. അമേരിക്കയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകാൻ വേണ്ടിയാണ്, ഭരണഘടനയുടെ ആദ്യത്തെ. ഇവിടെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അന്ന് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി എൻ്റെ പ്രസ്ഥാനമൊക്കെ സ്ഥാപിച്ച ആൾ, അദ്ദേഹത്തിന് പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് അതിനെ എതിർത്തു. അന്ന് 6 7 കോൺഗ്രസ് ട്രഷറി ബെഞ്ചിൽ നിന്ന്, ഞാൻ അതിനെ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, ട്രഷറി ബെഞ്ചിൽ നിന്നവർ അന്ന് പിന്താങ്ങി ഇത് പാസ്സാക്കരുത്, ഈ അമെൻമെൻ്റ് എന്ന്. ഫസ്റ്റ് അമെൻമെൻറ്റ് ഇൻ ഇന്ത്യ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻഫ്രിഞ്ച് അത് വേണ്ടി വന്നാൽ കുറയ്ക്കാൻ സർക്കാർ അവകാശമുണ്ടെന്നുള്ളതായിരുന്നു അന്ന് അതിനെതിരായിട്ട് നടന്ന കാര്യങ്ങൾ. 1971 നടന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നെപ്പോലുള്ള പ്രവർത്തകർ 70 മുതൽ 75 നമ്മുടെ രാജ്യസഭയുടെ ലോകസഭയുടെ കൂടെ ചരിത്രം പരിശോധിച്ചോളൂ. കമ്മിറ്റഡ് ജുഡീഷ്യറി വേണം ആവശ്യപ്പെട്ട് ഇല്ലേ മോഹൻ കുമാരമംഗലം എന്ന കേന്ദ്രമന്ത്രി? ഞാൻ പോട്ടെ, അതിലേക്ക് അത് വേറെ വിഷയമാണ്, ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ നടന്ന ഒരു രാജ്യമാണിത്. അതുപോലെ എന്തിന് ഇത്രയും പത്രങ്ങൾ എന്ന് ജാക്കർ എന്ന സ്പീക്കർ പരസ്യമായി ചോദിച്ചു. പത്രസ്വാതന്ത്ര്യം എന്തിനാ? സോവിയറ്റ് റഷ്യയിലെ പോലെ ഔദ്യോഗിക പത്രങ്ങളൊന്നുണ്ടോ? പോരെ. അതിനുശേഷം അടിയന്തരാവസ്ഥ വന്നു, അതിലുണ്ടാക്കിയ ഭേദഗതികൾ. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാലത്തൊക്കെ 11 ഭേദഗതിയെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളൂ. ഒരിക്കൽ പോലും ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് ഡിസ്മിസ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 3 എണ്ണത്തെ 11 ദിവസമൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയ രീതിയിൽ അവിടെ അധികാരത്തിൽ വന്നപ്പോൾ അത് അംഗീകരിച്ചു. മറ്റ് 2 എണ്ണം ഇതുപോലെ തന്നെയാണ്. ഡിസ്മിസൽ എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നമ്മുടെ രാജ്യത്ത് നെഹ്റുജി പിരിച്ചുവിട്ടപ്പോൾ അതിനെതിരായിട്ടുള്ള സമരം നയിച്ചത് ആരാ? പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ ദേശീയ നിലവാരത്തിൽ സവർക്കറാണ് അന്ന് എതിരായിട്ടുള്ള ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭത്തിനിറങ്ങിയെന്നുള്ളത് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ജനസംഘമൊക്കെ അതിനെ സ്വാഗതം ചെയ്തവരാണ്.
അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളിലെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. മറിച്ച് ഇതിനെയെല്ലാം കേരളവും തമിഴ്നാടും മാത്രം എന്തു വന്നാലും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള സമീപനം സ്വീകരിക്കുന്നതാണ് അടിസ്ഥാനപരമായ കാരണം. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം ആ പറഞ്ഞ അമെൻമെൻറ്റുകളെല്ലാം നിർദ്ദേശങ്ങളെല്ലാം അത് ഇന്നത്തെ സർക്കാർ മാത്രമല്ല അല്ലാത്ത സർക്കാരും ഉപേഷ് ഗുപ്തയും എല്ലാം ഭരിച്ച ഒരു കാലഘട്ടം ഒക്കെ 96 ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അതൊന്നും ഇന്നുവരെ എടുത്തിട്ടില്ല, നിയമമായിട്ടില്ല, നമ്മുടെ പാർലമെൻറ്റ് അതിനെ അംഗീകരിച്ചിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ആ കാര്യത്തിൽ നമ്മൾ പറയുന്ന അഭിപ്രായത്തിന് ഇപ്പോൾ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനിസ്റ്റർ അഭിപ്രായം തന്നെയാണ്. സാർ പറഞ്ഞതിനകത്ത് എനിക്ക് ആ 1ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. അത് പറഞ്ഞിട്ട് അത് പോകാമെന്നാണ് കരുതുന്നത്. നമുക്കറിയാം 1ാം ഭരണഘടനാ ഭേദഗതിയുടെ പശ്ചാത്തലം എന്തായിരുന്നു? നമ്മുടെ രാജ്യത്തെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും അബ്സല്യൂട്ട് അല്ല. ഭരണഘടന രൂപപ്പെടുത്തിയതിനു ശേഷം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ സംബന്ധിച്ച് അന്നത്തെ ശ്യാമപ്രസാദ് മുഖർജി അന്നത്തെ ഹിന്ദു മഹാസഭയുമായിട്ട് ബന്ധപ്പെട്ടും RSSുമായിട്ട് ബന്ധപ്പെട്ടുമുള്ള മാധ്യമങ്ങൾ രാജ്യത്ത് വർഗീയ സംഘർഷം ഉളവാക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ അയൽ രാജ്യവുമായിട്ട്, അപ്പോൾ അഭയാർത്ഥി പ്രശ്നമൊക്കെ നിൽക്കുന്ന സംഭവമാണ്, അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വന്നപ്പോഴാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അബ്സല്യൂട്ട് അല്ല. എപ്പോഴത്തെയുള്ള കണ്ടീഷൻസ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്ന തരത്തിലോ ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലോ ഉള്ള ലേഖനങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും കറക്റ്റായ കാര്യം. അതാണ് ജവഹർലാൽ നെഹ്റുവും ശ്യാമപ്രസാദ് മുഖർജിയും തമ്മിൽ മൂന്ന് കാര്യങ്ങൾ ആ അമെൻമെന്റിൽ 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ പൗരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് ആവിഷ്കാര സ്വാതന്ത്ര്യം പാടില്ല. അങ്ങനെയല്ല, 71 ഭരണഘടന ഞാൻ പൂർത്തീകരിക്കട്ടെ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉൾപ്പെടെയുള്ള ഒന്നും അബ്സല്യൂട്ട് അല്ല എന്നുള്ള കാര്യം നമ്മുടെ രാജ്യത്ത് അറിയാം. അന്നത്തെ സമയത്ത് ഒരു രാജ്യത്ത് വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും വിധേയമായ ഒരു രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനും രാഷ്ട്രം ശിഥിലമാകാതിരിക്കാനും അയൽ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം ശിഥിലമാകാതിരിക്കാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആഭ്യന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഇൻ്റർനാഷണൽ റിലേഷൻസ് വഴസാക്കാതിരിക്കാൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അബ്സല്യൂട്ട് അല്ല എന്ന് പറഞ്ഞാൽ അതൊരു മികച്ച ഭേദഗതിയല്ലേ? തള്ളിക്കളഞ്ഞിട്ടുള്ള ഒന്നാണോ? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ഞാൻ സാറത് എടുത്തു പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നെഹ്റു ഇടപെട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ തടഞ്ഞു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നെഹ്റു തടഞ്ഞു എന്നൊരു വ്യാഖ്യാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിനകത്ത് എൻ്റെ വ്യാഖ്യാനം പറഞ്ഞത്. 24ാം ഭരണഘടനാ ഭേദഗതിയോ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ആ തെറ്റിനെ കൊണ്ട് ഈ തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ള നടപടിക്രമം ശരിയായ കാര്യമല്ല. നേരത്തെ ഒന്ന് എടുത്തു വച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എല്ലാം എടുത്തു വയ്ക്കാം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇത് ശരിയായ കാര്യമല്ല. ഒരു നിയമസഭ പാസ്സാക്കിയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ സാറ് നേരത്തെ സൂചിപ്പിച്ച 356ാം ഭേദഗതി, ആ ഭേദഗതിയുടെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് ചൂണ്ടിക്കാട്ടി, ഞാനത് ആവർത്തിക്കാൻ പേര് പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഒരു സംസ്ഥാനം രാജ്യത്തിനെതിരായിട്ട് ഒരാക്രമണം നടത്തിയെന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം സ്വാതന്ത്ര്യം വേണം എന്നെഴുതിയാൽ ഗവർണർക്ക് വായിക്കാമോ? വേണ്ട. ഈ 12ഉം 15ഉം 16ഉം വായിക്കാതെ വിട്ടുപോയത് എന്തുകൊണ്ടാണ്? ഏത് രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടാണ്. പിന്നെ ഭരണഘടനയുടെ 42ാം ഭേദഗതിയെക്കുറിച്ച്, മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെക്കുറിച്ച് ഇപ്പോൾ ഉയർന്ന അഭിപ്രായങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നിന്നാൽ നമ്മൾ ഇന്ന് തീരില്ല. അതുകൊണ്ട് വളരെ സുവ്യക്തമായ അഭിപ്രായം, ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്രിയയുടെ തലയ്ക്ക് മീതെ ഒരു കോടാലിയായി മാറാൻ ഒരു കാരണവശാലും ഗവർണർ എന്ന പദവിയെ ഭരണഘടന അനുവദിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. ബാധ്യതയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല. ഗവർണർ എന്ന പദവിക്ക് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ അവർ നിർവഹിക്കാനേ പാടുള്ളൂ എന്ന ഖണ്ഡിതമായ അഭിപ്രായം ഞാൻ പറയുന്നത് ഭരണഘടനയുടെ ഒരു പ്രചാരകൻ എന്ന നിലയിലാണ്. നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം. നമ്മുടെ നാട്ടിലെ UGC റെഗുലേഷൻ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി, ഗവർണർ അത് രാഷ്ട്രപതിക്ക് കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം 2 റെഗുലേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാതെ സുപ്രീം കോടതിയിലെ വക്കീൽമാരെ വെച്ചിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് അതിൽ ഒരു വൈസ് ചാൻസലർ നിങ്ങളും എടുത്തോ, ഒരു വൈസ് ചാൻസലർ ഞങ്ങളും എടുത്തോ എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ നിയമസഭ പാസ്സാക്കിയ ബില്ല് എന്ത് സംഭവിച്ചു? UGC റെഗുലേഷൻ എവിടെ പോയി? അന്നുണ്ടായിരുന്ന വാദങ്ങൾ, അത് ഭരണപക്ഷമായിട്ടാലും ഗവർണറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഈ വാദങ്ങൾ ഇന്ന് എവിടെ പോയി? വിദ്യാഭ്യാസ മേഖലയെ ഇത് എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതിനെ പറ്റി ഒന്ന് വിശദമായി പറയാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു.
വിശദമായി പറയാൻ സമയമില്ല. പക്ഷേ അതൊരു മിനിസ്റ്റർക്ക് ഒരു- വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച അഭിപ്രായ പ്രകടനത്തിനോടൊപ്പം തന്നെയാണ് ഇപ്പോഴും ഏതു കാലത്തും. പക്ഷേ സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ദീർഘമായൊരു പ്രതിസന്ധി ഈ കാലത്തെ പുതിയ തലമുറയെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റിനുണ്ട്. അതൊരു കോംപ്രമൈസ് അല്ല. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ, ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ച, ഞങ്ങൾ അവിടെ പറഞ്ഞ അഭിപ്രായം അന്തിമമായി നിലനിൽക്കുന്നു. പക്ഷേ ആ അഭിപ്രായത്തിൻ്റെ തീരുമാനം വരുന്നത് വരെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രതിസന്ധിക്ക് സർക്കാർ താല്പര്യപ്പെടുന്നില്ല. അത്രയേ ഉള്ളൂ. എൻ്റെ ചോദ്യം ശ്രീധരൻപിള്ള സാറിനോടാണ്. 2011 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇന്നത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി 2011 ഗുജറാത്തിൻ്റെ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കത്തയക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന ഒരാൾ ഇന്ന് അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുഴുവൻ ഇത്തരത്തിൽ ഗവർണർമാരെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊരു ഐറണിയാണല്ലോ. ഈ ഐറണി എന്തുകൊണ്ട് ഇന്നത്തെ പ്രധാനമന്ത്രിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, താങ്കളുടെ വാദഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഗവർണറെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത രാജ്യത്തെ വിഘടനവാദം ഒഴിവാക്കാനും രാജ്യത്തെ യൂണിറ്റ് നിലനിർത്താനും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയുകയുണ്ടായി ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ പോയപ്പോൾ സവർക്കർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലുകളെ പറ്റി പറയുന്നുണ്ടായി. പക്ഷേ ഇതേ സവർക്കർ തന്നെയാണ് കേരളം അല്ലെങ്കിൽ ട്രാവൻകൂർ ഒരു ഹിന്ദു രാജ്യമായി തുടരണമെന്നും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി നിൽക്കേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുള്ളത്. സോ ഈ ഐറണികളെ കുറിച്ചിട്ടാണ് എൻ്റെ ചോദ്യം. സവർക്കറുടെ കാഴ്ചപ്പാടുകൾ അതിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓരോ ഘട്ടത്തിൽ ഞാനത് പറയാൻ കാരണം, അങ്ങനെ ഒന്ന് പിരിച്ചു വിട്ടപ്പോൾ തെറ്റാണെന്ന് പറയാൻ ദേശീയ നിലവാരത്തിൽ അന്ന് സമരം ചെയ്ത ആൾ അദ്ദേഹമായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതേസമയത്ത് ഞാൻ പറഞ്ഞു, ഭാരതീയ ജനസംഘം എൻ്റെ രാഷ്ട്രീയ പാർട്ടി അന്നത്തെ അവരുൾപ്പെടെയുള്ളവർ അതിനെ സ്വാഗതം ചെയ്തവരാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഈ പിരിച്ചുവിടലിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഗവർണറുടെ കാര്യത്തിലുള്ളത് കോടതിയിലെത്തിയ കാര്യമാണ്, റിപ്പോർട്ടഡ് ഡിസിഷനാണ്. അന്നത്തെ സാഹചര്യത്തിൽ അത് ആവശ്യപ്പെട്ടു, കോടതി പോയി. ഇവിടെയും കോടതി പോയി, ഞാൻ എതിരൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ ഈ രണ്ട് സംസ്ഥാനത്ത് മാത്രം എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ 16 വിഭജിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് അതിനോടനുബന്ധിച്ച് ചെയ്ത ഒരു രാഷ്ട്രീയ തിരുത്തിയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അവരെ കുറ്റപ്പെടുത്തില്ല. മാവോയിസ്റ്റുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എന്തെങ്കിലും കൊണ്ട് വായിച്ചു നോക്കിയാൽ അവരതേ ആവശ്യമാണ് ഇന്ന് ആ റെസൊല്യൂഷനിൽ ആവശ്യപ്പെട്ട PC ജോഷി ആവശ്യപ്പെട്ടതാണ് അവരിന്ന് ആവർത്തിച്ച് എന്നോട് പറയുന്നത്. 21 ജില്ലകൾ മാവോയിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് എല്ലാം തിരിച്ചു പിടിച്ച് കൊണ്ടുവന്നു, എല്ലാവർക്കും പോകത്തക്ക സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. മറിച്ച് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ പൊതുതാൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കണം. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ ആളുമായിട്ടുള്ള പ്രശ്നം കോടതി വരെ പോയതാണ് താങ്കൾ പറഞ്ഞ ഗവർണറുടെ കാര്യത്തിൽ. അതുണ്ടാവാം, അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ആ നിലപാടിൽ മാറ്റം, അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പോലും നരേന്ദ്രമോദി ഡിസ്മിസൽ 356 ചെയ്തിട്ടില്ല. ഇതെല്ലാം പറഞ്ഞ മണിപ്പൂർ ഉൾപ്പെടെ 356 അപ്ലൈ ചെയ്തില്ല. സസ്പെൻഡഡ് ആൻഡ് ദെൻ സെറ്റിൽഡ് മാറ്റർ. അതിൽ BJP വിരുദ്ധ പിന്നെ അധികാരത്തിൽ വന്ന ഈ 3-ൽ ഒരെണ്ണമുണ്ട്, അതെല്ലാം സസ്പെൻഷൻ മാത്രമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സ്റ്റേറ്റ് സബ്ജക്ട്സ്, സെൻട്രൽ സബ്ജക്ട്സ് നമുക്കറിയാമല്ലോ. മൂന്നാമത്തെ 2 കൂട്ടരും കൈകാര്യം ചെയ്യുന്ന കൺകറന്റ് ലിസ്റ്റ്. ഈ കൺകറന്റ് ലിസ്റ്റിലേക്ക് സ്റ്റേറ്റിൻ്റെ 5 ഐറ്റം എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ളത് കവർന്നെടുത്ത് ആ 5 എണ്ണം അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് പെടുത്തിയത് ആരാണ്? ഇതൊക്കെ ചെയ്യണം. അതുപോലെ ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വിമർശിക്കുന്നു. ഇന്നലെ ഇവിടുത്തെ ചർച്ച എൻ്റേത് വാസ്തവത്തിൽ 77 ഭേദഗതികൾ വന്നതിനെ ഞാൻ പഠിച്ചു. ഇവിടുത്തെ ചർച്ച ഇന്നലെ അതായതുകൊണ്ട്. എന്നിട്ട് അതിൽ 11 എണ്ണമാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് വന്നത്. ഞാൻ ലിസ്റ്റിലേക്ക് പോലെ ഒന്ന് ഓടിച്ച് വായിച്ചേക്കാം. 102 പിന്നോക്ക ദേശീയ കമ്മീഷൻ ഭരണഘടന തുല്യത കൊടുത്തത്. 103 10% മുന്നോക്ക സമ്പത്ത് സംവരണം. 104 പിന്നോക്കർ പ്രാദേശിക ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഭേദഗതി. 106 മുത്തലാഖ് സമ്പ്രദായം വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ളത്. 2020 NEP ക്രിമിനൽ നിയമങ്ങളുടെ 2 എണ്ണം ഭേദഗതി. അല്ല ഇത് അല്ല ആർട്ടിക്കിൾ 370 ആർക്കും പറ്റാത്തത്. അത് ഭേദഗതി ചെയ്തപ്പോൾ എന്തുണ്ടായി? രാജ്യം ഇല്ലാതായോ? അറബിക്കടൽ പോയോ? ഇത്തരത്തിലുള്ള 11 എണ്ണമാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് താങ്കൾ പേര് പറഞ്ഞതുകൊണ്ട് എനിക്ക് അവസരമായി.
അതുകൊണ്ട് ആ ആളിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഭേദഗതികൾ വീണ്ടും അത് താൽക്കാലികമാണ്. താൽക്കാലികമാണ്. അത് ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് അവിടെ പോയി സ്വത്ത് വാങ്ങാം. അവകാശം കിട്ടിയില്ലേ? സാറേ അവിടെ ഒരു ഇപ്പോൾ ലാസ്റ്റ് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണെന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങളില്ല. പക്ഷേ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ബലിയാടാക്കപ്പെടുന്ന കുറേ സാധാരണക്കാരുണ്ട്. ഇപ്പം നമ്മളൊരു VCA നിയമനത്തിൽ താമസം വന്നപ്പോൾ കുറേ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അല്ലെ തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് കുറേ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ദോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിദ്യാർത്ഥികളെയൊക്കെ പൊതുജനങ്ങളെ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന പൊതുജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഈ ഭരണഘടനയുടെ അവകാശ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ ഒരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ ആശയപരമായിട്ടോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്താണ്? ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ടൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇതെപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ബലിയാടാക്കപ്പെടുന്നത് ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ വലിയ സ്ഥാനത്തുള്ള ആൾക്കാരല്ല, സാധാരണക്കാരാണ്. തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് സദസ്സിൽ നിന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞൊരു മറുപടി എൻ്റെ മറുപടി മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം അവിടെ ഉന്നയിച്ചത് ഈ ഡിജിറ്റൽ സർവകലാശാലയും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടിൽ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള അധികാരം ആർക്കില്ല? ഗവർണർക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇഷ്യൂ. അപ്പോൾ എന്ത് പറ്റി? അത് കോടതിക്ക് മുമ്പാകെ വന്നു. കോടതിക്ക് മുമ്പാകെ വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങളൊരാളെ തീരുമാനിക്കാം, നിങ്ങൾ 2 പേര് പ്രപ്പോസ് ചെയ്യും, പിന്നെ ഗവർണർ 2 പേര് പ്രപ്പോസ് ചെയ്യുക, സർക്കാർ 2 പേര് പ്രപ്പോസ് ചെയ്യുക, അല്ലേ? അപ്പം 4 പേര് വന്നു. 4 പേര് വന്ന് നടന്ന ചർച്ചയിലെടുത്ത തീരുമാനം, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിങ്ങളെടുത്തോ, ടെക്കൻ യൂണിവേഴ്സിറ്റി ഞങ്ങളെടുക്കാം. അപ്പോൾ അതിന് ബഹുമാനനായ മന്ത്രി പറഞ്ഞ മറുപടി എന്താ? കാര്യം ശരിയാണ്, പക്ഷെ പ്രായോഗിക തലത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചു. അങ്ങനെയല്ലേ? അപ്പം ഗവർണറാണെങ്കിലും സർക്കാരാണെങ്കിലും ആദ്യം ആരെ കാണണം? ജനത്തിനെ കാണണം. ആർട്ടിക്കിൾ 21 എന്ന ജീവിക്കാനുള്ള അവകാശത്തെ കാണണം. ആ കണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമായി. അതാണ് അതിൻ്റെ കാര്യം. ആശയപരമായി യോജിപ്പില്ലെങ്കിൽ പോലും പ്രായോഗിക തലമെന്ന് പറഞ്ഞു. എന്താ അത് ഇടപെടാൻ കാരണം എന്താ? സുപ്രീം കോടതി ഇവർക്ക് 2 പേർക്കും ബോധോദയം ഉണ്ടായിട്ടല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങളൊരാളെ തീരുമാനിക്കാൻ, നിങ്ങൾ ഈ 2 പേരെ തന്നു പറഞ്ഞപ്പോൾ വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ യുദ്ധം അവിടെ അവസാനിപ്പിച്ചത്, അല്ലേ? അതാണത് കാര്യം. ചർച്ച അവസാനിക്കുമ്പോൾ ഒറ്റ കാര്യം, ഞാൻ ഒന്നിനും മറുപടി പറയാനല്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ദീർഘമായ മറുപടി ഉണ്ട്, പക്ഷേ സമയം നമ്മൾ അനുവദിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാർ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ചില കുഴപ്പക്കാർ കൊണ്ട് ഗവർണർ വഴിതെറ്റി പോവുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. കാരണം എവിടെയൊക്കെയാണോ കേന്ദ്ര വിരുദ്ധ ഭരണങ്ങൾ നടക്കുന്നത് അവിടെയെല്ലാം ഈ പ്രശ്നമുണ്ട്. ഇവിടെ മാത്രമാണോ? തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, ബംഗാളിലുണ്ട്, കർണാടകയിലുണ്ട്, എല്ലായിടത്തും ഇത് നടക്കുകയാണ്. തെലുങ്കാനയിലുണ്ട്, നേരത്തെ ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ബംഗാൾ പറഞ്ഞു, ബംഗാളിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെ ആളുകളുടെ കുരുത്തക്കേട് കൊണ്ടല്ല മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരു ഗവൺമെൻറ്റിനെ തിരുത്താനുള്ള കൈക്കോടാലിയായിട്ട് മാറലാണ്. അത് ശരിയല്ല, ഭരണഘടന അനുവദിക്കുന്നില്ല. നമസ്കാരം. ഓക്കെ, നന്ദി എല്ലാവർക്കും.